മുക്കമ്പാലമുട വെളുപ്പിൽശാല റോഡിൽ കൈതകുഴി ഭാഗത്ത് 10 അടിയോളം താഴ്ചയിലേക്ക് മിനി ലോറി തലകീഴായി മറിഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയാണ് സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ നിസ്സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. കുറച്ചു നാളുകളായി സ്ഥിരമായി വാഹനങ്ങൾ മറിയുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് പണിയുടെ അപാകതയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയപ്പെടുന്നു. ഈ റോഡ് മുക്കമ്പാലമൂടിയിൽ നിന്ന് വിളപ്പിശാല പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒരു 3 മാസക്കാലം ആവേ ഉള്ളൂ. ഈ റോഡ് ഇങ്ങനെ ഇതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ ഈ കയറ്റം കുറയ്ക്കാൻ വേണ്ടി ഈ വർക്ക് ചെയ്തവരോട് നമ്മൾ പറഞ്ഞു, കേട്ടില്ല. അവരിങ്ങനെ ചെയ്തിട്ട് പോയി. ഇവിടെ മിക്ക ദിവസങ്ങളിലും ഈ ലോറി മറിയുന്നുണ്ട്. അപ്പുറത്തെ ഒരു 10 അടി താഴ്ച കുഴിയാണ്. ആ കുഴിയിലാണ് വണ്ടികൾ മറിയുന്നത്. ഒരു 3 മാസത്തിന് മുന്നായിട്ട് ഒരു പയ്യൻ വീണു. ഇപ്പോഴും കിടപ്പ് രോഗിയായിട്ട് കിടക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും ആക്സിഡൻ്റാണ്. ലോഡ് കയറ്റി പോകുന്ന വണ്ടി തിരിച്ചിറങ്ങി വരും. തിരിച്ച് വന്നാണ് ഈ കുഴിക്കകത്ത് പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ഇട്ട് വന്ന് കയറി വണ്ടി അവിടെ വരെ എത്തിയപ്പോഴത്തേക്കും വണ്ടി വലിക്കുന്നില്ല. വലിമുട്ടി പിന്നെ ബ്രേക്ക് ഔട്ടിയപ്പോൾ വണ്ടി ബ്രേക്കിൽ നിൽക്കാതെ വണ്ടി അവിടെ നിന്ന് ചറുക്കി ഇനി ബാക്കിൽ നിന്ന് കൺട്രോൾ വിട്ട് കുഴിക്കകത്ത് പോവുകയാണ് സാർ. നമസ്കാരം. ഇത് നമ്മുടെ മുക്കമ്പാലമൂട് നിന്ന് വിളപ്പിശാല പോകുന്ന റോഡാണ്. ഈ റോഡ് നിർമ്മാണ ഘട്ടം മുതലേ അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളെ ബ്ലോക്കിലെ PWD വകുപ്പ് മാത്രമാണ്, അവിടുത്തെ എഞ്ചിനീയർമാരെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. കാരണം നിരവധി തവണ പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഇതിൻ്റെ വാർത്തകൾ വരികയും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് തന്നെ അവർ വിളിച്ച് പലതവണ അന്വേഷിക്കുകയും ചെയ്ത ഒരു കേസാണ്. കാരണം ഇത് 2ാമത്തെ അപകടമാണ്. ആദ്യത്തെ അപകടവും ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ അപകടവും ഞാനിപ്പോൾ എല്ലാം വിളിച്ച് പറഞ്ഞു, വീഡിയോസ് എല്ലാം അയച്ചു കൊടുത്തു. കാരണം ബാരിക്കേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി തവണ അവരെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അവർക്ക് നിസ്സാരമായി ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പെരുമാറുന്നത്. കാരണം നിരവധി തവണ ഈ റോഡ് ഫോമായി കാലങ്ങൾ മുതൽ ഇതേ അനാസ്ഥയാണ് തുടർന്ന് വരുന്നത്. കാരണം ഇത് ചോദിക്കാനോ പറയാനോ ഒറ്റ മനുഷ്യരില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ റോഡിന് അനാസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇനിയും നിരവധി അപകടം. സ്കൂൾ വാനുകളൊക്കെ നിരന്തരം കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്ന ഈ പരാതികളെല്ലാം ഉന്നയിച്ച് പല അധികാരികൾക്കും പരാതി കൊടുത്തതാണ്. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് തികച്ചും വെറും അനാസ്ഥയാണ്. ഇത് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആരും ഒരു PWDയിൽ വന്നിട്ട് ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിച്ചിട്ട് പോയത്. PWD ബ്ലോക്കിൽ അവർ വെറും ധാർഷ്ട്യത്തിലൂടെയാണ് സംസാരിച്ചിട്ട് പോയത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ. അപ്പോൾ മിൻസ് ഓഫീസിൽ നിന്ന് ഇടപെട്ട് ബാരിക്കേഡ് ഉടനെ ചെയ്യുന്നു. രാജ്മോഹൻ തമ്പി എന്ന് പറയുന്ന PWD എഞ്ചിനീയർ ഇത് നേരിട്ട് ഇടപെട്ട് നോക്കാമെന്നും പറഞ്ഞ കേസ് അതിനുശേഷം 2ാമത്തെ അപകടമാണ് ഈ നടക്കുന്നത്. എന്നിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഇതേ സെയിം വീഴുന്നു. ജീവൻ അപകടത്തിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് തന്നെ ഒരു ബൈക്ക് യാത്രക്കാരന് ഒരു ലോറി സൈഡ് കൊടുത്തപ്പോൾ ബൈക്ക് യാത്രക്കാരൻ ഇത് വീഴുകയും ഇന്നും ഏകദേശം ഒരു 8-9 മാസമായിട്ട് പുള്ളിക്കാരൻ ഇന്നും കിടപ്പ് രോഗിയാണ്. ഇവിടെ അയൽവാസിയാണ്, കിടപ്പ് രോഗിയാണ്. കുടുംബം വരെ പട്ടിണിയിലുള്ള അവസ്ഥയാണ്. അത് തികച്ചും ഇവിടുത്തെ ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ്. അതിനെതിരെ രൂക്ഷമായ വിമർശനം നാട്ടുകാർ ഉണ്ട്. അതുകൊണ്ട് തക്കതായ നടപടി ഉടനെ സ്വീകരിക്കണമെന്ന് ഒരു സ്കൂട്ടർ